സ്വർണ്ണവില കിളിങ്ങണല്ലോ. KSFE ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. രാജുവേട്ടൻ എനിക്കൊരു ചായയൊക്കെ ഇട്ട് തന്നിട്ട് എന്താ ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ടെൻഷൻ ഉണ്ട്. ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞാനും ഇതേപോലെ ബ്ലാക്ക് ഔട്ടായി വീണുണ്ടായിരുന്നു. രാജുവേട്ടനൊന്ന് ബ്ലാക്ക് ഔട്ടായി. അപ്പോൾ എന്നിട്ട് അയ്യോ ഇവർ രണ്ടുപേരും ബ്ലാക്ക് ഔട്ടാണ്. എന്നിട്ട് സെറ്റിൽ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് രാത്രി ഞാൻ കൊളാപ്സ് ആയിപ്പോയി. മിഡ് നൈറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് കൊളാപ്സ് ആയിപ്പോയി. ബോഡി ട്രാൻസ്ഫോർമേഷൻ ഇൻസ്പിറേഷൻ കൊള്ളാൻ വേണ്ടിയിട്ട് ഇനി ക്രിസ്ത്യൻ ബേലിനും അവരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതാ ഇവിടെ ആളുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, മലയാളത്തിൽ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ വിക്രം സാറിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മലയാളത്തിലുണ്ട് ഇപ്പം ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ആള്. ഞാൻ പെട്ടെന്ന് കാണുന്നത് മൊത്തം എല്ലാവരും കൈയടിക്കുന്ന, എൻ്റെ ചുറ്റിലും നിന്നിട്ട് എല്ലാവരും കൈയടിക്കുന്ന. അപ്പോൾ അത് സംഭവം അന്ന് എൻ്റെ എല്ലാ ഷോട്ടും എൻ്റെ ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രം പാക്കപ്പാണ്, എൻ്റെ ഈ സിനിമയിലെ പാക്കപ്പായിരുന്നു അത്. ആടുജീവിതം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹക്കീമായി അഭിനയിച്ച KR ഗോകുലാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. എനിക്ക് ആദ്യം ഗോകുലിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് പെരിയോനെ പാട്ടിനെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ AR റഹ്മാൻ്റെ സെലിബ്രേറ്റ് ചെയ്ത ട്രാക്ക് പെരിയോനെ പറയുമ്പോഴും ഇത് ഗോകുലിൻ്റെ ക്യാരക്ടർ ഹക്കീമിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പാട്ട് വരുന്നത്. ഇത് അറിയുന്ന മൊമെന്റ് ഈ പാട്ട് ഇത്രയും വലിയ സെലിബ്രേറ്റ് ചെയ്യുന്നു, പാട്ട് ബെനവലൻ ബ്രീസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ സ്വീകരിക്കപ്പെടുന്നു തോന്നിയിരുന്നോ? എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് കണക്ട് ആവുന്നത്? ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഷൂട്ടിങ്ങിന്റെ സമയത്താണ്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് എനിക്ക് വിളസി സാർ ഈ പാട്ട് തന്നു. പാട്ട് എന്നിട്ട് സിനിമ കണ്ട നിങ്ങൾക്ക് അറിയാലോ, അതിൽ ലിപ്പ് കൊടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. റഹ്മാൻ സാറിന്റെ മ്യൂസിക്കിനും റഫീഖ് സാറിന്റെ വരികൾക്കും. അപ്പോൾ അതും തുറക്കത്ത് തന്നെ. അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് ആ പാട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞാൻ ഹെഡ്സെറ്റ് ഇട്ട് അന്ന് കേട്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഹക്കീമിന് കിട്ടേണ്ടതായിട്ടുള്ള കുറേ ഫീലുകൾ. അതായത് ഹക്കീമിനെ സംബന്ധിച്ച് ഈ പാട്ടൊരു ഹോപ്പാണ്. അതായത് തൻ്റെ സങ്കടങ്ങളൊക്കെ പെരിയോരെ റഹ്മാനോട് പറയാണ്, ദൈവത്തിനോട് പറയുന്ന ഒരു സങ്കടം പറച്ചിലാണ് അവനെ സംബന്ധിച്ചിട്ട് ഈ പാട്ട്, ഹക്കീമിനെ സംബന്ധിച്ചിട്ട്. അതിൽ തന്നെ കുറച്ച് ഒരു വരിയുണ്ട്, ആ കണ്ണിന്റെ തുമ്പത്തെ തുള്ളിയാണ് എന്നോട് ഖൽബിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത്, അത് ആ കണ്ണ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവൻ്റെ അമ്മയാകാം, അവൻ്റെ കാമുകിയാകാം, അവൻ്റെ പെങ്ങളാകാം. അങ്ങനെ അവൻ്റെ നൊമ്പരങ്ങളും അവൻ്റെ ഹോപ്പുകളും സന്തോഷങ്ങളും ഒക്കെയാണ് എന്താണ് അവൻ്റെ നാടിനോടുള്ള ആ ഒരു അവൻ്റെ നാടിനോടുള്ള ഇഷ്ടം. അതൊക്കെയാണ് ശരിക്കും ഈ പെരിയോരെ റഹ്മാൻ എന്നുള്ള ഹക്കീമിനെ സംബന്ധിച്ചിട്ട് ആ പാട്ട് എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ രാത്രികളിലൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ സോള് സൂത്തിങ് ആയിട്ട് നമ്മുടെ ഉള്ളിലിങ്ങനെ ഒരു ചെറിയ ഇമോഷൻസ് ഒക്കെ വരുത്തുന്ന രീതിയിലുള്ള അതിൻ്റെ നടുവിലുള്ള ഒരു പോർഷൻസ് ഒക്കെ ഇല്ലേ, പണ്ട് റഹ്മാൻ സാർ റോജയിലൊക്കെ ചെയ്തു വെച്ച പോലത്തെ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ളൊരു മ്യൂസിക് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താ പറയുക, അതൊക്കെ കേൾക്കുമ്പോൾ ഏതോ ഒരു എലിവേറ്റഡ് അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് ആ ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്താ ആദ്യ സിനിമയിൽ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ഒരു പാട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അഫ്കോഴ്സ് ആ പാട്ടിന് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ പാട്ട് ഈ AR റഹ്മാൻ സാറിനെ മീറ്റ് ചെയ്യാനോ സംസാരിക്കാനോ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. റഹ്മാൻ സാർ സെറ്റിൽ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ആടുജീവിതം സെറ്റിൽ വന്നിട്ടുണ്ട് 2 ദിവസം, എനിക്കൊന്ന് 3 ദിവസം. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ അൾജീരിയൻ ഷൂട്ട് കഴിഞ്ഞ് ജോർഡനിലേക്ക് എത്തി. ലൊക്കേഷനിൽ ജോർഡനിൽ വദിറാം ലൊക്കേഷനിലെത്തി. അതായത് സ്വാഭാവികമായിട്ടും 1.5-2.5 മാസത്തെ മരുഭൂമിവാസത്തിന് ശേഷം ക്രൂ മൊത്തം ടയേർഡായിരുന്നു. അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ക്രൂ മൊത്തം ടയേർഡായിരുന്നു. അപ്പോൾ റഹ്മാൻ സാർ അവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു എന്താ പറയാ മൊറാൽ ബൂസ്റ്റ് ഉണ്ട്. അത് എന്താ പറയാ എനർജൈസ് ചെയ്യുന്ന ഒരു കാരണം. റഹ്മാൻ സാർ അങ്ങനെ ഫിലിം സെറ്റിലൊക്കെ വന്നിട്ട് വളരെ എന്താ പറയാ റയറായിട്ട് റഹ്മാൻ സാർ ഫിലിം സെറ്റിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അത് റഹ്മാൻ സാറിന് ഈ സിനിമയോടുള്ള ഒരു എന്താ പറയുക ഇമോഷണൽ കണക്ഷനാണ്, ഇത് പേഴ്സണൽ കണക്ഷനാണ്, ഇത് ആത്മബന്ധമാണ് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ റഹ്മാൻ സാറെ നേരിട്ട് കാണാൻ പറ്റുന്നു. ഞാനൊരു റഹ്മാൻ സാറുടെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഞാനൊരു ജോക്ക് പറയാ, അന്നൊരു ജോക്ക് പറഞ്ഞു, എന്താന്ന് ഇപ്പൊ ഓർമ്മയില്ല, എന്തോ ഒരു ജോക്ക് പറഞ്ഞു. റഹ്മാൻ സാർ എന്നെ നോക്കി ചിരിക്കുന്നത് അപ്പൊ ഞാൻ എന്നിട്ട് അതിന് ക്യാപ്ഷൻ ഇട്ട എന്താ വെച്ചാല്, when I crack a joke, it's not someone who's laughing, it's ARR who's laughing. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിട്ട് എന്താ, ഞാൻ ഇപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ റഹ്മാൻ സാറുടെ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അത് അഡ്മയർ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ കേട്ട് 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 ഇഷ്ടപ്പെടുന്ന റഹ്മാൻ സാറുടെ മാജിക്ക് ചെയ്ത ആളെ നേരിട്ട് കാണുക എന്ന് പറയുന്ന ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. റഹ്മാൻ സാറ് പെരിയോനൊക്കെ കമ്പോസ് ചെയ്യുന്നത് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ, ഈ സെറ്റ് വിസിറ്റ് ചെയ്യുന്നതൊക്കെ ഒരുപാട് കാലം മുന്നെയാണ്. ലൊക്കേഷനിലേക്ക് വരുമ്പോഴൊക്കെ ഗോകുലാണ് ഈ ഹക്കീം ക്യാരക്ടർ ചെയ്യുന്ന എന്നൊക്കെ അറിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് റഹ്മാൻ സാർ വന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, സ്പോട്ട് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവല്ലോ, ആ എഡിറ്റ് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ റഹ്മാൻ സാറിനെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഹക്കീമിന്റെ വിഷ്വലൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ബ്ലസ്സി സാർ തന്നെ റഹ്മാൻ സാർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇവനാണ് ഗൂഗിൾ ഹക്കീമായിട്ട് ചെയ്യുന്നവനാണെന്ന്. എന്നിട്ട് റഹ്മാൻ സാർ ഇത് കാണുന്നത്. റഹ്മാൻ സാറിന് അന്ന് ഇഷ്ടപ്പെട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെർഫോമൻസ് ഒക്കെ. ഗോകുൽ ശരിക്കും ആടുജീവിതം വായിക്കുന്നത് എപ്പോഴായിരിക്കും? ഞാനിത് ഓഡീഷൻ കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ പുസ്തകം നേരെ പോയി വാങ്ങി. അന്ന് എല്ലാ മലയാളികളെയും പോലെ തന്നെ പെട്ടെന്ന് ഒരു ഒറ്റയിരുപ്പിന് എന്താ പറയുക വായിച്ചു തീർത്ത്. അങ്ങനെ ഒരു അതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വായിക്കുമ്പോൾ പകുതിക്ക് വെച്ചിട്ട് ഈ എസ്കേപ്പിംഗ് തുടങ്ങി ഒന്ന് നിൽക്കുന്ന സമയത്തൊന്നും ബ്രേക്ക് വന്നു ആ വായനയിൽ. താഴത്ത് അമ്മയൊക്കെ വിളിച്ച് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ച്. അപ്പോൾ താഴത്ത് പോയി ആ സമയത്തൊക്കെ മനസ്സിലുള്ളത് ഇവരെ പറ്റിയിട്ടാ, നജീബിനെ പറ്റിയിട്ടും ഹക്കീമിനെ പറ്റിയിട്ടും കദരീനെ പറ്റിയിട്ടുമാണ് മനസ്സിൽ മൊത്തമുള്ളത്. എന്നിട്ട് ആ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് മുകളിൽ എൻ്റെ റൂമിൽ പോയിട്ട് പിന്നെയും വീണ്ടും മൊത്തം ഇരുന്ന് വായിച്ച് തീർത്തപ്പോഴാണ് ഒരു എന്താ പറയുക മനസ്സിൻ്റെ ഉള്ളിലൊരു കനം ഇറക്കി വെച്ചതുപോലെ ഒരു റിലീഫ് കിട്ടിയത്. അത് ആ ഒരു പുസ്തകം വായിച്ചൊരു അനുഭവം സിനിമ കണ്ടിറങ്ങിയപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യം എന്തോ ഒരു നെഞ്ചിലെന്തോ ഒരു കറങ്ങി തിരിയലൊക്കെ ഉണ്ടായിരുന്നു. അത് ആ സിനിമ അന്ന് കഴിഞ്ഞിട്ട് നജീബിക്ക അങ്ങനെ ഒരു കയറി പോകുമ്പോഴുള്ളൊരു ഒരു റിലീഫ് ഉണ്ട്. അപ്പൊ ആ സിനിമ കണ്ടിറങ്ങിയപ്പോഴും എനിക്ക് ആ റിലീഫ് കിട്ടിയിട്ടുണ്ട്. എൻ ക്രെഡിറ്റ്സ് കാർഡ് വരുമ്പോഴൊക്കെ ഇപ്പൊ ഞാൻ കാണുന്ന തിയേറ്ററിലൊക്കെ ഭയങ്കര സ്റ്റാൻഡിങ് ഒവേഷനും ക്ലാപ്സും ഒക്കെയാണ്. ഭയങ്കര വൈകാരികമായിട്ടായിരുന്നു. ഇന്നലെ നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴും ടീം മൊത്തം ഭയങ്കര വൈകാരികമായിട്ട് സംസാരിച്ചത്. ഇതിന്റെ റിസപ്ഷനെ കുറിച്ച് ഇപ്പൊ എന്താ തോന്നുന്നു? ശരിക്കും എല്ലാവരും എന്താ പറയാ നെഞ്ചിലേറ്റിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആടുജീവിതം എന്നുള്ള സിനിമ. അതും എല്ലാവരും പറയുന്നത് ഒരു എന്താ പറയാ വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് തന്നെ. നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാനുള്ള തരത്തിൽ മലയാള സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് മൊത്തമായിട്ട് അഭിമാനിക്കാനുള്ള പാകത്തിന് ലോക സിനിമയിലെ സർവൈവൽ ത്രില്ലേഴ്സിലേക്ക് ഒരു പുതിയൊരു സിനിമ കൂടി വന്ന പോലെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. എന്താ പറയുക, പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. എന്താ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിന്, അതും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും വെറ്ററൻസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അവരെ കണ്ടുപഠിച്ചും അവരുടെ കൂടെ നിന്ന് സിനിമ പഠിച്ചും ജീവിതത്തെ പറ്റി തന്നെ ജീവിതത്തിൻ്റെ കുറേ പെർസ്പെക്റ്റീവ്സ് തന്നെ അവരെ കാണിച്ചു തന്ന കുറേ സംഭവങ്ങളുണ്ട്. ബ്ലസ്സി സാറാണെങ്കിലും ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഒക്കെ ആയിട്ട് ബ്ലസ്സി സാറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, എന്ത് പ്രതിസന്ധികൾ വന്നാലും തളരാതെ മുന്നോട്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. കഷ്ടപ്പാട്, അതായത് പെർഫെക്ഷനിലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, എൻ്റെ ആർട്ടിനെ അത്രയേറെ സ്നേഹിക്കുന്ന അത്രയും പെർഫെക്ഷൻ ആവണമെന്ന് വിശ്വസിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് ബ്ലസ്സി എന്നുള്ളൊരു ഫിലിം മേക്കർ. സോ അങ്ങനെ താൻ ചെയ്യുന്ന ജോലിയോടുള്ള അത്രയും ആത്മാർത്ഥത, അത് രാജുവേട്ടനൊക്കെ ഇട്ട ഡെഡിക്കേഷൻ ലെവൽ, അത് എന്നെപ്പോലുള്ളൊരു ആക്ടറിന് അത് ഇൻസ്പയറിങ് ആണ്. അത് നമുക്ക് ഇനിയിപ്പോൾ എന്താ പറയുക, ഈ ഒരു ഇൻസ്പിറേഷൻ, ബോഡി ട്രാൻസ്ഫോർമേഷൻ ഇൻസ്പിറേഷൻ കൊള്ളാൻ വേണ്ടിയിട്ട് ഇനി ക്രിസ്ത്യൻ ബേലിനും അവരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ആളുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, മലയാളത്തിൽ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ വിക്രം സാറിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മലയാളത്തിലുണ്ട് ഇപ്പം ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ആള്. ഈ ഗോകുല് ആടുജീവിതം വായിക്കുമ്പോൾ ആക്ച്വലി ഗൂഗിൾ ഓൺ ബോർഡ് വന്നതിന് ശേഷമാണ് ഈ ടെക്സ്റ്റ് വായിക്കുന്നത്. ഇതില് ഉറപ്പായിട്ടും ആൾക്കാരുടെ വിഷ്വൽ ആണല്ലോ മനസ്സിലേക്ക് വരുന്നത്. ഈ ക്യാരക്ടേഴ്സിന്റെയും ലാൻഡ്സ്കേപ്പ് ആയാലൊക്കെ വിഷ്വൽ ആണല്ലോ. ഗോകുൽ വായിക്കുമ്പോൾ ഈ ഹക്കീമായിട്ട് വായിക്കുന്ന സമയത്ത് സ്വന്തമായിട്ടാണോ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തത്? ഞാൻ എങ്ങനെയായിരിക്കും ഈ സിറ്റുവേഷനിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നതൊക്കെ ഒരു മൈൻഡ് ആണോ? അതായത് ഈ ഒരു പുസ്തകം വായിക്കുന്നതിന് മുന്നേ, അതായത് ഓഡീഷന് ഞാൻ പറഞ്ഞല്ലോ, ഓഡീഷന് ദ വെരി നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വായിക്കുന്നത് എന്നുള്ളത്. അന്നേ എനിക്കൊരു തോന്നൽ ഹക്കീമായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന കഥാപാത്രം എന്നുള്ള രീതിയിൽ. അപ്പോൾ പോർട്രേയിൽ, അതായത് നജീബിക്കെ ഞാൻ രാജുവേട്ടനായിട്ടും ഹക്കീമിനെ ഞാൻ എന്നെ തന്നെയായിട്ടുമാണ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു മുഖം മനസ്സിൽ വരണമല്ലോ. നമ്മുടെ പിക്ചറൈസേഷനാണല്ലോ വായന, ഒരു ഇമാജിനേഷനാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അന്ന് വായിക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ, അത് ഞാൻ എൻ്റെ മുഖം തന്നെ കണ്ടിട്ടാണ് ഞാൻ വായിച്ച് തീർത്തത്. ഞാൻ തന്നെ ആയിരിക്കുന്നുള്ളൂ. പക്ഷെ എൻ്റെ മുഖമാണെങ്കിൽ കൂടി അത് വേറൊരാളാണ്. എൻ്റെ മുഖം മാത്രമേ ഉള്ളൂ, പക്ഷെ വേറൊരാള്. അങ്ങനെ
ഇബ്രാഹിം ഖാദരി ഒക്കെ ഞാൻ ആദ്യം പിക്ചറൈസ് ചെയ്ത ഒരു ആക്ടറൊക്കെ ഇല്ലേ, ബ്ലഡ് ഡയമണ്ടിലൊക്കെ ഉള്ള ഒരു ആക്ടർ അല്ലേ, ആ ആക്ടറൊക്കെ ആയിരിക്കാന്നുള്ള ആ ആക്ടറെ പോലെ തന്നെയുള്ളൊരു ആക്ടർ ജിമിച്ചാനെ നമുക്ക് കിട്ടി. അങ്ങനെയൊക്കെയാണ് ഞാൻ പിക്ചറൈസേഷൻ ചെയ്തത് നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഹക്കീമിൻ്റെ ചെയ്യുന്ന സമയത്ത് ഗോകുൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതല്ലാതെ, ഗോകുൽ ആ അവസ്ഥയിൽപ്പെട്ടാൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നല്ലാതെ ഹക്കീം ആ അവസ്ഥയിൽപ്പെട്ടാൽ എങ്ങനെ, ഗോകുൽ ചെയ്യുന്ന ആ അവസ്ഥയിൽപ്പെട്ട പോലെയല്ല, ആ ക്യാരക്ടർ ആ അവസ്ഥയിൽപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് എൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു അതിനായിട്ടുള്ള കുറേ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ആ 3 വർഷങ്ങൾക്ക് ശേഷമുള്ള പീരീഡ് കാണിക്കുമ്പോൾ അതിനായിട്ട് എന്താ പറയുക, ഒരു ആവശ്യമായിട്ടുള്ളതുണ്ട് അതിന് കുറച്ചധികം മാനറിസങ്ങൾ മാറുന്നതും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ബ്ലസ് എന്ന സംവിധായകനും ഈ ഓരോ സിറ്റുവേഷനിലും ഓരോ ഷോട്ട് എടുക്കുന്നതിന് മുന്നേയും ഈ ക്യാരക്ടറിനെ പറ്റി ബ്രീഫ് ഗൂഗിളിന് തരുമ്പോഴും ഇത് ഒരു ഭാവനയിലുള്ള ഒരു ക്യാരക്ടറിനപ്പുറം ഒരു റിട്ടൺ ടെക്സ്റ്റിൽ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞൊരു കഥാപാത്രമാണല്ലോ. അത് അഭിനയിക്കാൻ വരുമ്പോൾ അവിടെ ഇമിറ്റേഷൻ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഈ കഥാപാത്രത്തിൻ്റെ ഓരോ ഡയലോഗ് റെൻഡറിങ് ആയാലും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒരുപാട് വരുന്നുണ്ട്. അവിടെ ഒരു കോൾ എടുക്കൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്? ഇപ്പോൾ ഓരോ ഷോട്ടിന് മുന്നേയും ഈ പറഞ്ഞ പോലെ ബ്ലസി സാറ്, ഞാൻ ഓരോ ഷോട്ടിന് മുന്നേ സാറിൻ്റെ അടുത്ത് പോയി ചോദിക്കും, ഇപ്പോൾ എന്താണ് ഈ ഷോട്ട് എടുക്കാൻ പോകുന്നത് ചോദിക്കും. അപ്പോൾ സാറ് കറക്റ്റ് ഈ ഒരു പോർഷനിൽ ഇങ്ങനെയൊക്കെയാണ്, ഇതിന് മുന്നേത്തെ സീൻ എനിക്ക് ഓർമ്മയില്ലേ, ഇതിന് ശേഷമാണ് ഈ സീന് കണ്ടിന്യൂറ്റി. ആദ്യം അപ്പോൾ നമ്മളും ഓൾറെഡി ഒരു മൈൻഡിൽ ഒരു സാധനം ഉണ്ടാക്കി വെക്കും, ഈ സീനിന് ശേഷമാണ് ഈ സീന്, അപ്പോൾ ഇങ്ങനെയൊക്കെ ആവാം. ഇത് ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസമായി, അപ്പോൾ ഇങ്ങനെയൊക്കെ ആവും, കുറച്ച് എനർജി കുറയും, ഇനി എന്താ പറയുക, ചിലപ്പോൾ ശബ്ദം കുറച്ചൊന്ന് ഇടറും, കുറച്ച് ഡ്രൈ ആകും, അങ്ങനെയൊക്കെയുള്ള തോട്ട് പ്രോസസ്സ് ഓൾറെഡി പോകുന്നുണ്ട്. അപ്പോൾ ബ്ലസി സാറും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടുകൾ സാറും തരും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് എന്താ പറയുക, നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു ചെയ്ത കാര്യങ്ങളൊക്കെ. ട്രാൻസിഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പൃഥ്വിരാജൻ പറഞ്ഞത്. ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എൻ്റെ പേര് ചർച്ച ചെയ്യുന്ന അത്ര തന്നെ ഗൂഗിളിൻ്റെ പേരും ചർച്ച ചെയ്യുന്നതാണ്. ഇതിൽ നമ്മളത് ഡോക്യുമെൻ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഓരോ സ്റ്റേജസ് ഒക്കെ നമുക്ക് അറിയാം. പക്ഷെ ഗോകുലിന്റെ ലൈഫിൽ ഈ ഫിസിക്കൽ ട്രാൻസിഷൻ ഏത് രീതിയിലാണെന്ന് ആർക്കും അറിയില്ല. ഇത് എങ്ങനെയായിരുന്നു ശരിക്കും ഫിസിക്കൽ ട്രാൻസിഷൻ? ഏത് പ്രായത്തിലാണ് ഈ ഇത് കമ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഉണ്ടാവുന്ന ഈ ജേണി എങ്ങനെയാണ്? ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് ഓണാവുന്നത് 2017 17 കഴിഞ്ഞിട്ട് 2018 ആദ്യത്തെ നമ്മള് മുതലമട ഒരു സ്റ്റേഷനൊക്കെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്തത്. എത്ര വയസ്സായിരുന്നു? അന്ന് 18 വയസ്സ്. അപ്പോൾ അന്ന് ആ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് തടിക്കാന്ന് പറഞ്ഞു. ബ്ലസി സാറിന് നല്ല രീതിയിൽ തടിക്കണം. നോവലിൽ പറയുന്നുണ്ട്, ഒരു പ്രായത്തിനൊത്ത ആരോഗ്യമുള്ളവൻ, മറ്റേ ഇവനോട് നീ ബോളിവുഡ് ഇവനെ ചെത്തി നടക്കുന്ന ഒരുത്തന്നുള്ള, അതായത് അവന്റെ ഉപ്പ ഓൾറെഡി ഗൾഫിലാണ്. അവൻ പോകുന്നതേ കാഷ്യൂന്റെ വാച്ച് കെട്ടിയിട്ടും ഇവൻ നാട്ടിലെ പിള്ളേർ കൂട്ടുകാരുമായിട്ട് ചെത്തി നടക്കുന്ന ഒരു മുഖം ആണല്ലോ നമ്മുടെ മനസ്സിൽ. അതെ. അപ്പോ അങ്ങനെ ഒരു രീതിയിൽ സാറ് പറഞ്ഞത് ഇതേപോലെ തടിക്കണം, ആ രീതിയിൽ തടിച്ചിട്ട് അവന് നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു പയ്യനാണ്, ചെത്ത് പയ്യനാണ്, അങ്ങനെ ഒരു രീതിയിലാണുള്ള ഒരു ഇൻപുട്ടാണ് തന്നത്. പിന്നെ എന്നോട് പറഞ്ഞത് നിന്റെ ചിരി ഉണ്ടല്ലോ, എന്റെ ചിരി അതേപോലെ അവിടെ ഉപയോഗിക്കാൻ പറഞ്ഞു. ഗൂഗിളിന്റെ ചിരി അതേപോലെ തന്നെ. കാരണം ആ ചിരിക്ക് ഒരു പ്രത്യേക ഒരു നിഷ്കളങ്കമായ ഒരു ചിരിയാണ് നിനക്കുള്ളത്, ആ ചിരി നീ ഉപയോഗിക്കാന്നുള്ള ഒരു സാധനം സാർ അവിടെ ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു. ആദ്യത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു 64 കിലോ വരെ തിന്നിട്ട് കഴിഞ്ഞ തടിച്ചു കൂട്ടി. പിന്നെ അതിനുശേഷം ഈ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ, 3 വർഷത്തിന് ശേഷമുള്ള അത്രയും മാൽനറിഷ്ഡ് ആയിട്ട് മരുഭൂമിയിൽ ഇപ്പോൾ ഒരു കുബൂസ് വെള്ളം മുക്കി മാത്രം ദിവസം കഴിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ആളുടെ ഒരു എന്താ ആ യാതനകളും വേദനകളും അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു 1% ശരിക്ക് അറിയേണ്ട ആവശ്യകത ഉണ്ട്. അത് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ നീതി പുലർത്തുന്നതല്ല. ഇപ്പോൾ ഇതൊക്കെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തന്നെ മരുഭൂമിയിൽ ദാഹിച്ച് മരിച്ചു വീണ ഒരുപാട് ആത്മാക്കൾക്കുള്ള സമർപ്പണമാണ് ഈ ഒരു സിനിമയും ആ ഒരു നോവലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു കഥാപാത്രം പോർട്രേ ചെയ്യുമ്പോൾ അതിന് നമ്മളായിട്ടുള്ള രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടത്, നമ്മൾ അനുഭവിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളാണ്. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4 മാസം മുന്നേ, അതിന് മുന്നേ മെല്ലെ ഇങ്ങനെ ഗ്രാജുവലി തിന്ന ഭക്ഷണം എല്ലാം കുറച്ച് പിന്നെ ഓൾറെഡി കോളേജ് കാലഘട്ടമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ കോളേജ് കാലഘട്ടത്തിലുള്ള ഒരു അവസ്ഥകളൊക്കെ അറിയാലോ, എല്ലാവരും കോളേജിൽ പഠിച്ച നമ്മളെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നെവർ മൈൻഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അത് ഒരു എന്താ പറയുക, ഒരു 50 കിലോ, ഒരു 52 കിലോയിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് അവിടെ 4 മാസം പ്രയറിൽ ഞാൻ ഹാർഡ് ഡയറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 1500 കാലറീസ് ഫസ്റ്റത്തെ മന്ത്, സെക്കൻഡ് മന്ത് 1000 കാലറീസ് ആയിട്ട്, തേർഡ് മന്ത് 500 കാലറീസ്. അങ്ങനെ 500 കാലറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഊഹിക്കാൻ പറ്റുമല്ലോ എത്രത്തോളം ഫുഡ് അതിലുണ്ടാവും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയപ്പം ബ്ലസ്സി സാറും രഞ്ജിത്തേട്ടനൊക്കെ പറഞ്ഞു കുറച്ച് കവിളിനൊക്കെ തുടിപ്പുണ്ടായിരുന്നു. അപ്പോൾ കവിളിൻ്റെ തുടിപ്പ് മാറ്റണമെങ്കിൽ നമ്മൾ ബോഡി മൊത്തം സ്കെലട്ടൺ ആയാലും കവിളിൽ ചെറിയൊരു തുടിപ്പുണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ ഒന്നുകൂടി പുഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വാട്ടർ ഡയറ്റ് എടുക്കാന്നുള്ള തീരുമാനം എടുത്തു. വാട്ടർ ഡയറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം, ബ്ലാക്ക് കോഫി ഇത് മാത്രം കുടിച്ചിട്ട് ഉള്ള ഒരു ഡയറ്റ്. അങ്ങനെ 3 ദിവസം ആ ഒരു പ്രോസസ്സിൽ പോയി. വെള്ളവും ഇതും കുടിച്ചിട്ട് അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഓടാനൊക്കെ പോവും. ഓടിയിട്ട് ഇതേപോലെ എന്താ പറയുക, സ്വെറ്റ് ചെയ്ത് മസിലൊക്കെ ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുളിക്കാതെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫീൽ അറിയാൻ വേണ്ടിയിട്ട്. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് രാത്രി ഞാൻ കൊളാപ്സ് ആയിപ്പോയി. മിഡ് നൈറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് കൊളാപ്സ് ആയിപ്പോയി, വീണു, റൂമിൽ വീണു. എന്നാൽ ആരും എല്ലാം, എൻ്റെ റൂം അപ്സ്റ്റേഴ്സിലാണ്, അമ്മയും അച്ഛനും എല്ലാവരും താഴത്തുള്ള, അവരറിഞ്ഞില്ല. ഒരു 10-15 മിനിറ്റ് വന്നപ്പോഴത്തേക്കൊന്ന് എണീച്ച് നിൽക്കാനുള്ളൊരു പാങ്ങ് വന്നപ്പോൾ പോയി കുറേ വെള്ളം കുടിച്ചു. ജസ്റ്റ് ഒരു തിന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പഴം എടുത്ത് തിന്നുണ്ട്. അന്ന് അത്രയും പ്രശ്നമായപ്പോഴേ അന്നാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ വേണമല്ലോ ഈ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നമ്മൾ ജീവനോടെ വേണ്ടേ. ഇനി ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി വീക്കായി നിൽക്കുന്ന ഒരു ബോഡിയാണ്, ആ ബോഡിയിലാണ് ഞാൻ വാട്ടർ ഡയറ്റും എടുക്കുന്നത്. അപ്പോൾ ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകും എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ തോന്നിയപ്പോൾ കുറച്ച് ജ്യൂസസ് ആയിട്ടും ഒരു റോബസ്റ്റ ഷേക്ക് രാവിലെ, രാത്രി ഉച്ചയ്ക്ക് ഒരു കുബൂസ്, അത് ബസ് ഒരു മാത്രം. അങ്ങനെ ഒരു ബാക്കിയുള്ള ഷൂട്ട് തുടങ്ങുന്ന വരെയുള്ള ദിവസങ്ങളിൽ മാർച്ച് 14 വരെ, എനിക്ക് ആ ദിവസങ്ങൾ ഇപ്പോഴും മാർച്ച് 1 മുതൽ മാർച്ച് 14 വരെ ഉള്ള ദിവസങ്ങളിൽ ഈ ഒരു ഡയറ്റായിരുന്നു ഞാൻ ഫോളോ ചെയ്ത്. ആദ്യത്തെ 1 മുതൽ 3 വരെ ഞാൻ വാട്ടർ ഡയറ്റും, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വെള്ളം, ഈ രാവിലെ ഒരു റോബസ്റ്റ ഷേക്കും മറ്റേ ഉച്ചയ്ക്ക് ഒരു കുബൂസും, അവർ കഴിക്കുന്ന പോലെ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് പച്ചവെള്ളം കുബൂസും, ഒരു കുബൂസ്, അങ്ങനെയുള്ളൊരു സാധനമായിരുന്നു ചെയ്തത്. അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ കുറേ എന്താ പറയുക, നമുക്ക് ഇമോഷണലായിട്ട് കിട്ടിയ കുറേ മെമ്മറീസ് ഉണ്ട്. ഇമോഷണൽ മെമ്മറി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇമോഷണൽ മെമ്മറി റിക്കോൾ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും ഞാൻ ആ സമയത്ത് കിട്ടിയ കുറേ, നമുക്ക് പേഴ്സണലി കിട്ടിയ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ദേഷ്യം വരും, നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ലോ ആവും, തീരെ എനർജി ഉണ്ടാവില്ല, നമുക്ക് ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കുളിക്കാതെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്നൊരു അസ്വസ്ഥത ഉണ്ട്, വേർത്ത് നാറിയൊരു അവസ്ഥ ഉണ്ട്. അവർക്കാണെങ്കിൽ അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവും, 3 വർഷമൊക്കെ കുളിക്കാതെ നിൽക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇമോഷണൽ മെമ്മറീസ് ആ സെറ്റിൽ ഞാൻ റീകോൾ ചെയ്തിട്ടുണ്ട്. ഇത് അന്ന് അനുഭവിച്ച കുറച്ച് സാധനങ്ങൾ, പിന്നെ കൈയൊക്കെ വിറയ്ക്കുന്നത്, നമ്മളെ കൈയൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വിറയ്ക്കുന്നു, വെറുതെ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിറച്ചിട്ടായിരിക്കും പോവുക, കൈയൊക്കെ വിറയ്ക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ള ഇമോഷണൽ മെമ്മറി റിക്കോൾ ചെയ്ത സാധനങ്ങൾ, അതൊക്കെ കുറേ അധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഹക്കീം എന്നുള്ള കഥാപാത്രം ചെയ്യാൻ. കാലയളവിലൊക്കെ ഇപ്പോൾ 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെ പറയുമ്പോൾ ഈ 6 വർഷത്തെ കാലയളവിൽ ഇപ്പോൾ കോളേജ് പഠനമുണ്ട്, ഈ വീട്ടുകാർ, ഈ ട്രാൻസിഷനൊക്കെ വീട്ടിലത്തെ ആളുകളും കൂട്ടുകാരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒബ്വിയസ്ലി കുടുംബക്കാരോട് വീട്ടുകാരോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അവരാണല്ലോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ എൻ്റെ കുറച്ചധികം ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കുറച്ചധികം കൂട്ടുകാരുണ്ട് നാട്ടിലുള്ള, അവരൊക്കെ എന്നെ വളരെയധികം ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരോടും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിട്ട് നമ്മളെ ഒരു വർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നതിലാണ് അതിൻ്റെ ഒരു കാര്യം. അത് ഞാൻ ബ്ലസ്സി സാറും പറഞ്ഞു, എന്നോട് പറഞ്ഞാൽ ആരോടും പറയണ്ട, വർക്ക് കഴിയട്ടെ, എന്നിട്ട് കഴിഞ്ഞിട്ട് അവർ നിന്നെ അംഗീകരിക്കട്ടെ, അതല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക ഹൈ, അതല്ലേ ഒരു ഹൈ എന്ന് പറഞ്ഞു. അത് ഞാനും വിചാരിച്ചപ്പോൾ ശരിയാ, നമ്മൾ ഇങ്ങനെ ബോസ്റ്റ് ചെയ്തിട്ട് നടന്നിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്ത വർക്കിന് കിട്ടുന്ന ഒരു പരിഗണനയാണല്ലോ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അധികം ആൾക്കാരുടെ അടുത്ത് അത് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു.
പക്ഷേ കുറച്ച് അടുത്ത കുറച്ച് ഫ്രണ്ട്സിനും അടുത്ത കുറച്ച് എന്താ പറയുക ഫാമിലിക്കൊക്കെ അറിയാമെന്നല്ലാതെ അധികം ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അതാ ഇപ്പം ഈ സിനിമ കഴിഞ്ഞപ്പോഴാണ് അധികം എന്താ പറയുക അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആടുജീവിതം വായിക്കുമ്പോഴും ഈ നജീബിനെ പോലെ തന്നെ ഹക്കീമും നമ്മൾ എല്ലാവരും ഇത് സിനിമയാക്കും എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഹക്കീം ആരായിരിക്കും ചെയ്യുക, അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓക്കെ ഒരു നോൺ ഫേസ് ഒരു ആക്ടർ ആയിരിക്കും ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ഇതിന്ന് പുതിയ ആളെ ആണ് ബ്ലസ്സി ഹക്കീമായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ഇത് പറയുമ്പോഴും ഇപ്പോൾ ഓഡീഷനിലൊക്കെ ഹക്കീമിനെ പറ്റി ആദ്യത്തെ സീനൊക്കെ ഏതായിരിക്കും ചെയ്യുന്നത്? ഓഡീഷനിൽ തന്നെ ഹക്കീമിന്റെ ഒരു ഇമ്പോർട്ടന്റ് സീനാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അത് സ്പോയിലർ ആകും, അതുകൊണ്ട് പറയുന്നില്ല. എൻ്റെ അവസാനത്തെ എൻ്റെ ക്യാരക്ടറിന്റെ അവസാനത്തെ ഒരു സീനുണ്ട്. അത് സിനിമ കണ്ടവർക്ക് ഇപ്പൊ പറഞ്ഞ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ സീനാണ് എന്നെ കൊണ്ട് ഓഡീഷന് ചെയ്യിപ്പിച്ചതുള്ളത്. അപ്പോൾ അത് എനിക്ക് തന്ന് സ്ക്രിപ്റ്റ് എനിക്ക് തന്ന് സ്ക്രിപ്റ്റ് എന്നോട് വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാനൊരു 5-10 മിനിറ്റ് എടുത്തിട്ട് വായിച്ചിട്ട് നോക്കി കുറച്ച് കോംപ്രമൈസ് ചെയ്തു, മൈൻഡിലിട്ടിട്ട് ഒന്ന് തിരിച്ച് കറക്കി. എന്നിട്ട് അവിടെ എന്തോ തോന്നിയത് ചെയ്തു. അന്ന് എൻ്റെ ഒരു അറിവിനും ഇതിനൊക്കെ ഉള്ള ഒരു രീതിയിൽ അന്ന് അത് ചെയ്തപ്പോൾ ബ്ലസ്സി സാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. സാർ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടേ എന്തുകൊണ്ടാണ് ഈ കഥാപാത്രത്തിന് പുതുമുഖത്തിനെ തേടിയത് എന്താണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്? അത് ഹക്കീം എന്നുള്ളൊരു കഥാപാത്രം ഉണ്ടല്ലോ, അത് ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു നമുക്കറിയാലോ, നിഷ്കളങ്കനാണ് അവൻ. ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്, ഭയങ്കര സംസാരപ്രിയനാണ്. അപ്പോൾ ഇത് ഇങ്ങനൊരു ഇത് വരുമ്പോൾ ഒരു ഫ്രഷ് ഫേസ് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളൊരു തോന്നല് ബ്ലസ്സി സാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തേണ്ട കാര്യമുണ്ട്. ഇതേപോലെ കുറേ കാലങ്ങളെടുത്തിട്ട് ഷൂട്ട് ചെയ്യേണ്ട പരിപാടികളുണ്ട്. അപ്പോൾ വേറൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് ഇപ്പോൾ രാജുവേട്ടൻ്റെയും അവരുടെ ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കൂടി അവരെടുത്തത്. അപ്പോൾ ഒരു ന്യൂ ഫേസിനെ നമുക്ക് കാസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഒരാളെ ചെയ്യുമ്പോൾ അത് ആളുകൾ കാണുമ്പോഴും ഒരു ഫ്രഷ് ആയിരിക്കും എന്നുള്ളൊരു തോന്നലാണ് ബ്ലസ്സി സാറും പൃഥ്വിയും ഒരു നമ്മുടെ ഇന്റർവ്യൂവിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സീൻ ചെയ്യുമ്പോൾ ഫുള്ള് ബ്ലാക്ക് ഔട്ട്, അതായത് ആകാശം നോക്കി നിൽക്കുന്ന ഒരു ഷോട്ട് എടുക്കാൻ നിന്നപ്പോൾ ബ്ലാക്ക് ഔട്ടായി പോയ അവസ്ഥകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് മെമ്മറിയിൽ വരുന്നത് ചിലപ്പോൾ ആ സീനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം ഷൂട്ടിങ് ഇപ്പോൾ ജോർദാനിലായാലും ഇപ്പോൾ സഹാറ ഡെസേർട്ടിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴും അത്തരം ഫിസിക്കലായിട്ടുള്ള കൊളാപ്സ് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഇപ്പോൾ ഗോകുലിനൊക്കെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കോൺവെർസേഷൻ വരെ അന്ന് ഇതൊക്കെ തന്നെയായിരുന്നു, ഈ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഒരു കസേരയിൽ നിന്ന് എണീക്കണമെങ്കിൽ നമുക്ക് നേരെ എണീച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ കൊളാപ്സ് ആയി പോകും, പ്രഷർ തെറ്റിപ്പോവും. നല്ല എണീക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഞങ്ങളന്ന് ജീവിച്ചിട്ടുള്ളത്. അതേപോലെ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞാനും ഇതേപോലെ ബ്ലാക്ക് ഔട്ടായി വീണിട്ടുണ്ടായിരുന്നു. രാജുവേട്ടനന്ന് ബ്ലാക്ക് ഔട്ടായി. അപ്പോൾ എന്നിട്ട് അയ്യോ ഇവർ രണ്ടുപേരും ബ്ലാക്ക് ഔട്ടാണ്. എന്നിട്ട് സെറ്റിൽ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സെറ്റിൽ ഓൺ ടൈം ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ സീനിൽ മസിലൊക്കെ കയറി ഞാനൊന്ന് ബ്ലാക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, മരുഭൂമിയല്ലേ, ചൂടല്ലേ, അതൊക്കെ എന്താ പറയുക എൻഡ്യൂർ ചെയ്യാനുള്ള കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഇതേപോലെ തന്നെ രാത്രി നൈറ്റ് ഷൂട്ട് എടുക്കുന്ന സമയത്താണെങ്കിൽ ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന സമയത്ത് ഭയങ്കര തണുപ്പാണ്. അത് അവിടെ കാണിച്ചതൊക്കെ വൻ ആക്ടിങ് ആണ്. നമുക്ക് ചൂട് അഭിനയിക്കേണ്ട സമയങ്ങളിലൊക്കെ നമ്മൾ ഫസ്റ്റത്തെ സീക്വൻസിലൊക്കെ നമ്മൾ ഇതിലൊക്കെ പിടിച്ചു പോകുന്ന സീക്വൻസ് ഒക്കെ ഇല്ലേ, വണ്ടിയിൽ പോകുന്ന സീക്വൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടിക്കിട്ടാതെ പറയ്ക്കുന്ന തണുപ്പ്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക പെൻഗ്വിനുകളെ പോലെ മറ്റേ ഫുള്ള് കവർ ചെയ്തിട്ട് മൊത്തം 4 ലെയർ ഓഫ് ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കത് പറ്റില്ലല്ലോ. നമ്മൾ ഷോട്ട് എടുത്ത് കഴിഞ്ഞാലും ഒക്കെ നമ്മളെ പുതപ്പിക്കാനും ഇതൊക്കെ ആയിട്ട് ആൾക്കാർ വരും. പക്ഷേ ഷോട്ട് എടുക്കുന്ന സമയം നമ്മൾ എന്താണെങ്കിലും അതും ഓടുന്ന വണ്ടിയിൽ ഒരു 40-50 km/h ഓടുന്ന വണ്ടിയുടെ മുകളിലാണ് നമ്മളിത്. അപ്പോൾ ആ കാറ്റും കൂടി അടിക്കുന്ന സമയത്ത് ആ ഒരു തണുപ്പ് ഇന്റൻസീവ് ഇരട്ടിക്കുകയാണല്ലോ ചെയ്യുക. ആ സമയത്ത് ഷോട്ട് എടുക്കുന്നവരെ ഇങ്ങനെ നിൽക്കും. ഷോട്ട് എടുക്കുന്ന സമയത്ത് ആക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റിൽ പെട്ടെന്ന് മാറി ആ രീതിയിലുള്ള സാധനങ്ങൾ ചെയ്യാന്നുള്ള അങ്ങനെ കുറെ എന്താ പറയുക ഹാഷായിട്ടുള്ള കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു മരുഭൂമിയിൽ. ഗോകുലിലായാലും ഇപ്പൊ എല്ലാ സീനിലും പൃഥ്വിരാജായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീക്വൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ഷോട്ടിലും. ഇത്രയും ക്ലാരിറ്റി ആയിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ പൃഥ്വിരാജ് സംസാരിക്കുമ്പോൾ ഇത്രയും ക്ലാരിറ്റിയോടെ പറയുന്ന
ഈ വ്യക്തിയുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അവിടെ തരുന്നൊരു കൊളാബറേഷൻ എങ്ങനെയാണ് ശരിക്കും? ഇപ്പോൾ രാജുവേട്ടനായാലും ആദ്യം തന്നെ എന്നെ ചെയ്തത് എന്താ വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ടെൻഷനുകൾ മാറ്റുക, കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, രാജുവേട്ടൻ ആദ്യം നമ്മൾ ആദ്യത്തെ ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുന്നേ തലേദിവസം രാത്രി എന്നെ രാജുവേട്ടൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ച്, എന്നിട്ട് ഞാൻ അവിടെ വന്നപ്പോൾ നമ്മൾ ഇതേപോലെ ഇരിക്കുന്നത് പോലെ നമ്മൾ ഇരുന്നിട്ട് രാജുവേട്ടൻ എനിക്കൊരു ചായയൊക്കെ ഇട്ട് തന്നിട്ട് എന്താ ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച്, ഞാൻ പറഞ്ഞു ടെൻഷൻ ഉണ്ട്, നീ പേടിക്കണ്ട, ഇത് എനിക്കൊരു അൾട്ടിമേറ്റ് ഫ്രീഡം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിന്നെ ആർക്കും അറിയില്ല, നിൻ്റെ മുഖം എങ്ങനെയാണെന്നോ, നീ ഇടുന്ന ഭാവങ്ങൾ എങ്ങനെയാണെന്നോ, നിൻ്റെ മാനറിസങ്ങൾ എങ്ങനെയാണെന്നോ ആർക്കും അറിയില്ല. നിനക്ക് അതിലൊരു അൾട്ടിമേറ്റ് ഫ്രീഡം ഉണ്ട്. ഒരു ആസ് എൻ ആക്ടർ പ്രീ ജഡ്ജ് ചെയ്ത സിനിമ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അൾട്ടിമേറ്റ് ഫ്രീഡം നിനക്കുണ്ട്. അത് നീ യൂസ് ചെയ്താൽ മതി. പിന്നെ നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ഈ സമയത്ത് ഇങ്ങനെ ഇടുക. ആ ഒരു ഫസ്റ്റത്തെ സീക്വൻസ് നീ എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങനെ ബിഹേവ് ചെയ്യുക. ബാക്കി വരുന്നതൊക്കെ പിന്നെ അങ്ങോട്ട് വന്നോളൂ, ടെൻഷനൊന്നും അടിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒരു ഹഗ്ഗൊക്കെ തന്നിട്ടാണെന്ന് വിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ചെറുപ്പം മുതലേ കണ്ട് വളർന്ന രാജുവേട്ടനെ പോലുള്ളൊരു ആക്ടർ, ഞാൻ അഡ്മയർ ചെയ്യുന്നൊരു ആക്ടർ നേരെ മുമ്പിൽ വന്നിട്ട് നമുക്ക് ധൈര്യം തരാം. സോ അങ്ങനെ കംഫർട്ടബിൾ ആക്കിയ സമയത്ത് എന്താ പറയുക, ഒരു ഇക്ക എന്താ പറയുക, ഒരു ബ്രദർലി ഫീൽ അപ്പം തന്നെ നമുക്ക് കിട്ടി. എന്താ പറയുക, ആ ഒരു ബ്രദർലി ഫീല്, ആ ഒരു ബോണ്ടിങ്ങിന്, ഹക്കീമും നജീബിക്കും തമ്മിലുള്ള ബോണ്ടിങ്ങും ഒരു ബ്രദർഹുഡാണ്, ബ്രദർലി ഒരു സംഭവമാണ്, സ്വന്തം ഏട്ടനോടുള്ള സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം ആദ്യം തന്നെ രാജുവേട്ടൻ തന്നപ്പോൾ രാജുവേട്ടനോട് എനിക്ക് തോന്നിയൊരു സ്നേഹമുണ്ട്, അങ്ങനെ ഒരു സ്നേഹമുണ്ട്. അപ്പോൾ അത് ഈ ഒരു സീനിലെ കെമിസ്ട്രിക്കും ബോണ്ടിങ്ങിനും അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈ ഹക്കീമിൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് എടുത്ത് നോക്കിയാൽ സെക്കൻഡ് ഹാഫ് മുതൽ പൂർണ്ണമായിട്ടും ഈ ഡെസേർട്ട് എസ്കേപ്പിൽ പൂർണ്ണമായിട്ടുണ്ട്. സ്പോയിലർ സ്വഭാവമായിട്ട് ഞാൻ ആ സീക്വൻസ് പറയുന്നില്ല. അതിലൊക്കെ നമുക്കൊരു ഒരു വൈകാരികമായ നിമിഷത്തിലൊക്കെ ഹക്കീമാണ് അവിടെ പാർട്ടായിട്ടുള്ളത്. ഈ ഷൂട്ട് മുഴുവൻ സീക്വൻസ് കഴിയുമ്പോഴും ഗോകുലിന്റെ മനസ്സിൽ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അങ്ങനെ പ്രൗഡായിട്ടുള്ള എന്ത് മൊമെന്റ് ആയിരിക്കും? എന്നെ സംബന്ധിച്ചിട്ട് കുറേ അധികം പ്രൗഡായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. ഓരോ മൊമെന്റും പ്രൈസ്ലെസ് ആണ്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആക്കിയൊരു മൊമെന്റ് ഉണ്ട്. ഒരു കഥ പോലെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഷോട്ട് എടുത്തിട്ട് നമ്മൾ 3 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്ന ഒരു ഷോട്ട് ഉണ്ട്. ആ ഷോട്ട് എടുത്തിട്ട് ഞാൻ ഒരു 800 മീറ്റർ പോകണം ആ ലൊക്കേഷനിൽ നിന്ന് കാറിൻ്റെ അടുത്തേക്കൊക്കെ എത്താൻ. ബാക്കി 800 മീറ്റർ ഒക്കെ നടക്കണം ഓൾമോസ്റ്റ്. അപ്പോൾ അങ്ങോട്ട് പോയി. ഞാൻ അവിടെ പോയിട്ട് കാറിൽ ഇരുന്നിട്ട് റിലാക്സ് ചെയ്യുക. കഴിഞ്ഞില്ല, ഇന്നത്തെ വർക്ക് കഴിഞ്ഞില്ല എന്നുള്ള രീതി. ഒരു ഈവനിങ് ടൈമാണ്, ഒരു 5:30 6 മണി, ഒരു 7 മണി. അന്ന് ഡെസേർട്ടിലൊക്കെ ലൈറ്റ് പോകാൻ വേണ്ടി കുറച്ചധികം സമയം എടുക്കും. 7 മണിയൊക്കെ ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ ഇരുന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കോസ്റ്റ്യൂമിലെ ചേട്ടനും മേക്കപ്പിലെ ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഫുള്ള് ടെൻഷനാക്കി. നീ ഇവിടെ ഇരിക്കുകയാണോ, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഷോട്ട് എടുക്കാനില്ല, എന്നിട്ട് നീ ഇവിടെ ഇരുന്നിട്ട് എന്താ പറയുക വെറുതെ ചില്ല് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വേഗം ബ്ലസ്സി സാറ് വിളിക്കുന്നുണ്ട്, നിന്നെ ചീത്ത പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പേടിപ്പിച്ച്. എന്നിട്ട് പെട്ടെന്ന് പേടിച്ചിട്ട് അയ്യോ എന്നുള്ള രീതിയിൽ ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി. 800 മീറ്ററോളം ഓടിയിട്ട് ഞാൻ അവിടെ പോയിരുന്ന്. അവിടെ പോയിട്ട് എൻ്റെ ഒരു തലയെക്കെട്ടുണ്ട് ഒരു ഇതിൽ കോസ്റ്റ്യൂമായിട്ട്. ഞാനപ്പോൾ മുട്ട് കുത്തിയിട്ട് ഇരുന്ന് തല കുമ്പിട്ടിട്ട് ഇരുന്ന് എൻ്റെ കോസ്റ്റ്യൂമിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ ചേട്ടൻ ആ ഒരു തലയെക്കെട്ട് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കാണുന്നത് മൊത്തം എല്ലാവരും കൈയടിക്കുന്ന, എൻ്റെ ചുറ്റിലും നിന്നിട്ട് എല്ലാവരും കൈയടിക്കുന്ന. അപ്പോൾ അത് സംഭവം അന്ന് എൻ്റെ എല്ലാ ഷോട്ടും എൻ്റെ ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രം പാക്കപ്പാണ്, എൻ്റെ ഈ സിനിമയിലെ പാക്കപ്പായിരുന്നു അത്. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ കൈയടിച്ചിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് ആണ് എൻ്റെ ഈ ഒരു പാക്കപ്പ് ആഘോഷിച്ചത്. അപ്പോൾ അന്ന് രാജുവേട്ടനൊക്കെ പറഞ്ഞത് ചിലവ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് രാജുവേട്ടനൊക്കെ അന്ന് പറഞ്ഞത് ബ്ലസ്സി സാർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര യു ഡിഡ് ഗ്രേറ്റ്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, നീ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച്, രാജുവേട്ടനും കെട്ടിപ്പിടിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മൊമെൻ്റ് ഉണ്ട്. ബാക്കി അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്രൂവിലെല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അതുവരെ ചെയ്ത എല്ലാ വർക്കിലും ഓരോരോ ചെയ്ത എൻ്റെ ഇൻസ്റ്റൻസുകൾ, എൻ്റെ നല്ല നല്ല ഇൻസ്റ്റൻസുകൾ അവിടെ കണ്ടു നിന്ന് എൻ്റെ ക്രൂവിലെ എൻ്റെ ചേട്ടന്മാരും എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ ഇൻസ്റ്റൻസുകളും ഞാൻ നന്നായിട്ട് ചെയ്ത ഓരോ ഇൻസ്റ്റൻസുകളും എൻ്റെ അടുത്ത് ഇങ്ങനെ ഓർത്തോർത്ത് പറഞ്ഞു, നീ അങ്ങനെ അന്ന് ഓർമ്മ ഉണ്ടോ, ഇന്നിങ്ങനെയൊക്കെ ഓർമ്മ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയൊരു എന്താ പറയുക ഒരു
സ്നേഹമുണ്ട്, ഒരു സ്നേഹം നമ്മുടെ എല്ലാവരും എനിക്ക് തന്നൊരു സ്നേഹമുണ്ട്. അതൊക്കെ ഞാൻ അന്ന് എല്ലാവർക്കും എന്താ പറയുക തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു സംഭവം എന്ന് പറയാം. ഓരോരുത്തരും ഓർത്തോർത്ത് എന്നോട് പറയാ ഇത് അങ്ങനെ അന്ന് നമ്മളെ ഓർമ്മയുണ്ടോ, അന്ന് നമ്മളിപ്പോൾ നടന്നപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കഥകളെ ഓരോരുത്തർക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നല്ല മെമ്മറീസ് എല്ലാം ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയുക ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിന് എന്താ പറയുക ഈ എൻ്റെ ആടുജീവിതം എല്ലാ ക്രൂവിലും എല്ലാവർക്കും രാവും പകലും ഒന്നുമില്ലാതെ തൻ്റെ ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഇട്ടിട്ട് കഷ്ടപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, അത് എന്താ പറയുക ബ്ലസ്സി സാർ ഡയറക്ടർ മുതൽ പ്രൊഡക്ഷൻ ബോയ് വരെയുള്ള എല്ലാവരും വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരുമാണ് ഈ ഒരു സിനിമയിൽ എന്നെ എന്താ പറയുക ഹക്കീമാവാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. സോ എല്ലാവർക്കും എന്താ പറയുക എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞിട്ടുള്ളൊരു ഉള്ളിൽ തട്ടിയിട്ടുള്ളൊരു സ്നേഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആടുജീവിതത്തിന് എല്ലാവിധ ആശംസകളും, ഗോകുലിന് ഇനിയുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.